സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സകലമാണെന്നു ഞാനറിയുന്നു. നേരത്തെ പലരും ചോദിച്ചതനുസരിച്ച് സ്തോത്ര കാഴ്ച എടുക്കുന്ന കാര്യം ഓർപ്പിക്കുകയായിരുന്നു. നമ്മുടെ ടു മീറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ദ റിട്രീറ്റ് യു വിൽ ബി ടേക്കിംഗ് എ കളക്ഷൻ ടുഡേ നൗ മേക്ക് ആൻഡ് സംബഡി കം ടു. പിന്നെ നാളെ മറന്നുപോയിട്ടുള്ളത്, നാളെ നമുക്ക് എക്സ്പെൻസ് നാളെ കുർബാനയുടെ സമയത്ത് നമ്മൾ കളക്ഷൻ എടുക്കുന്നതാണ്, ഓർത്തിരിക്കുക. നാളെ ഓശാന ഞായറാഴ്ചയാണ്. നമ്മൾ പിടാസഹന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓശാന ഞായറോട് കൂടി നമ്മുടെ തിരുക്കർമ്മങ്ങൾ 9:30 മണിക്കാണ്. 9 മണിക്ക് കുർബാനയോട് കൂടിയാണ് ആരംഭിക്കുന്നത് ഓശാനയുടെ കർമ്മങ്ങൾ പതിവ് പോലെ. അതിനുശേഷം ധ്യാനം, പ്രസംഗങ്ങൾ നമ്മൾ വൈകുന്നേരം 5 മണിക്ക് കൊടുത്തിരുന്നു, ഇന്നത്തെ പോലെ തന്നെ. അതുകൊണ്ട് 9:30 തന്നെ എത്തുന്ന കാര്യം ഓർക്കുക. നമ്മുടെ ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ if the weather allows, that will be outside. We begin there, that is the way, and then we take the procession, we come back and enter into the church. ഓർപ്പിക്കുകയായിരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സമാപന പ്രാർത്ഥനകൾക്ക് എഴുന്നേൽക്കാം. യേശുപിതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളാണ്. ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ട് യേശുപിതാവിൻ്റെ മധ്യസ്ഥം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെ യേശുപിതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കാം. തിരുസഭയുടെ പാലകൻ, തിരുക്കുടുംബത്തിൻ്റെ നാഥൻ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ശക്തിയായ സംരക്ഷണം നൽകുന്ന നല്ലൊരു പിതാവായിട്ട് യേശുപിതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന വിശുദ്ധ യേശുപിതാവിൻ്റെ ഓർമ്മ ആചരിക്കാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചുവല്ലോ. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനമൊന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനത്താൽ
ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. പാലകനാ മാർയോസേപ്പിൻ മധ്യസ്ഥതയാൽ ഭവനങ്ങൾ ശോഭിതമായി തീരട്ടെ. തിരുഭവനത്തിൻ മാതൃകയിൽ അനുദിന ജീവിത പാതകളിൽ നീതിയോടെന്നും മുന്നേറാൻ നൽവരദാനം നൽകട്ടെ. താതൻ മാനവരഖിലരിലും പ്രാർത്ഥനയാലേ ദൈവേഷ്ടം നിറവേറ്റാൻ വരമേകട്ടെ. ക്ലേശങ്ങളിലാ മാതൃകയിൽ ശാശ്വത ശാന്തി നികർന്നിടുവാൻ നന്മരണം വഴിയായെന്നും വാനവരൊത്തു വസിച്ചിടുവാൻ നാഥൻ നന്മകൾ ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ധാരണക്കാരുടെ സ്വസ്തി. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരും. നീതിമാൻ പിതാവേ പാലകനെ അണയുന്നോവിൻ തിരുസവിധേ. പിതാവേ പാലകനെ അണയുന്നു തിരുസവിധേ. തുണയാകണേ അരമുഴകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ വരമേകണേ നീതിമാനാകും പിതാവേ. പിതാവേ പാലകനെ അണയുന്നു തിരുസവിധേ. തുണയാകണേ വരമേകണേ നീതിമാനാകും പിതാവേ.
പീഡകളിൽ ജീവനാശ ഭീതികളിൽ യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ, യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ, എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ, എന്റെ ജീവിത പാദങ്ങളിൽ നീ വരണേ. പിതാവേ പാലകനേ അടയുന്നു നിൻ തിരുസവിധി, ലൗസേ പിതാവേ പാലകനേ അടയുന്നു നിൻ തിരുസവിധി, തുണയാകണേ അടയണേ നീതിമാനാകും പിതാവേ, തുണയാകണേ അടയണേ നീതിമാനാകും പിതാവേ, യൗസേ പിതാവേ പാലകനേ അടയുന്നു നിൻ തിരുസവിധി, തുണയാകണേ അടയണേ നീതിമാനാകും പിതാവേ. നമുക്കിരിക്കാം. ഒരു ചെറിയ ഡയറക്ഷൻ. നമ്മുടെ ധ്യാനം റെസിഡൻഷ്യൽ റിട്രീറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ധ്യാനിക്കുന്നു അല്ലേ. രണ്ട് തരത്തിലുള്ള ധ്യാനങ്ങളാണ്. റെസിഡൻഷ്യൽ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ താമസിച്ച് ധ്യാനിക്കുക. പക്ഷേ നമ്മൾ കുടുംബസ്ഥരായ ആളുകൾക്ക് കോവേന്തലത്തമാതിരി താമസിച്ച് ധ്യാനിക്കാനായിട്ട് പറ്റുമോ അല്ലേ. അപ്പോൾ വാസ്തവത്തിൽ കുടുംബസ്ഥരായവർക്ക് ഇങ്ങനത്തെ ധ്യാനമാണ് നല്ലത്. പക്ഷെ വീട്ടിൽ ചെന്നാൽ ഈ ചിന്തകളെ ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ അതിനൊന്ന് പ്രാക്ടിക്കലാക്കണം. അപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ ഹോംവർക്ക് ഇന്നലത്തെ ധ്യാനം മുഴുവനും യൂട്യൂബിലുണ്ട്. ഇന്ന് രാത്രി ഒരു 12-1 മണിയാകുമ്പോഴേക്കും ഇതും യൂട്യൂബിൽ കയറും. രാവിലെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കാം. പക്ഷെ ഏറ്റവും പ്രധാനം ജ്ഞാനത്തിൻ്റെ പുസ്തകം വീണ്ടും 7-ാം അധ്യായം എങ്കിലും മുഴുവനും വായിച്ചിട്ട്, ഇന്ന് വായിക്കേണ്ടത് അതിങ്ങനെ ഓടിച്ച് വായിക്കുകയല്ല, 7, 8 പറ്റാണി 9. അപ്പം അതിലെ പ്രധാന കാര്യം 8-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്ന ഇതാണ്: ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ്. നമ്മൾ ഈ 2 ദിവസം കൊണ്ട് സാരാംശത്തിൽ നമ്മൾ മനസ്സിലാക്കി ഈ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി അറിയാനുണ്ട് ഇല്ലേ. ഇത് വാസ്തവത്തിൽ മാത്രമേ നമുക്ക് ഒരു വലിയ സമ്പത്തായിട്ട് ഉള്ളൂ. ഇവിടെയുള്ള ബാക്കിയുള്ളതെല്ലാം നശ്വരമാണ്. ജ്ഞാനം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവളെ ജ്ഞാനം അക്ഷയനിധിയാണ്. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ നിധികളും നശ്വരമാണ്, ഇത് അനശ്വര നിധിയാണ്. അത് കണ്ടെത്തുന്നവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഹി ബിക്കം എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഇതെന്നെ വളരെയധികം സ്പർശിച്ചു. ഐ ആം എ ഫ്രണ്ട്. എനിക്ക് എപ്പോഴും എന്നോട് ഈശോ പറയണത് അത് തന്നെയാണ്. അതാണ് ഈശോ പുതിയ നിയമത്തിൽ പറയുന്നത്, യു ആർ നോട്ട് എ സ്ലേവ്. നീ ദാസനല്ല, നീ എൻ്റെ സ്നേഹിതനാണ്. അതാണ് നമ്മുടെ ഫൈനൽ സക്സസ്. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമസിയാണ്, ഒരു ഭയങ്കര അനുഭവമാണത്. അപ്പം അതിലേക്ക് വരുമ്പോൾ 10 കന്യകമാരുടെ ഉപമയിൽ പറഞ്ഞ പോലെ 5 കന്യകമാർ വിവേകവതികളായിരുന്നു, മറ്റ് 5 കന്യകമാർ വിവേകവതികളല്ലായിരുന്നു. അപ്പം ആ വിവേകം ഈ ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഘടകമാണ്. അപ്പം നമ്മൾ തന്നെ ആരോടാ ഫ്രണ്ട്ഷിപ്പ് എടുക്കുക? നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ ആശയവുമായിട്ട് ഒത്തുപോകുന്ന ആളുകളോടല്ലാണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എടുക്കാൻ പറ്റും.
നമ്മൾ ചിലവരെ കാണുമ്പോൾ അവരിതിലെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങേരുമായിട്ട് ഒക്കണില്ല. അതുകൊണ്ട് വെറുതെ കുഴപ്പമില്ല. അപ്പം എന്ന പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ അവിഭാജ്യ ഘടകം ദൈവത്തിൻ്റെ ആ വേവ് ലെങ്ത്തും ആ ജ്ഞാനവും നമ്മൾക്ക് കിട്ടുകയും ദൈവം പറയുന്നത് ശ്രവിക്കണം. ആ ശ്രവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നാളെ ഞാൻ പഠിപ്പിക്കാം. അപ്പം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഇതാണ് ഈ 7:14 ജ്ഞാനം 7:14. അത് അനശ്വരമായ ഒരു നിധിയാണ്. അത് സിദ്ധിക്കുന്നവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. 7:27 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ സാവധാനം വായിക്കണം. ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഈശോയെ, ആ ജ്ഞാനം ഈശോയിലൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്നാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ ഒറ്റ പ്രാർത്ഥന മതി. അപ്പോൾ ആകത്തുകയിൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മളെല്ലാമെങ്കിലും ജ്ഞാനം നമ്മിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നോർമലൈസായി വളരെ ക്രമീകരിക്കപ്പെട്ട ഒരവസ്ഥയാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ നാളെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കൂടിയതാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അതിനുള്ള ദാഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ ജ്ഞാനത്തിന് വേണ്ടി നന്നായിട്ട് ഇന്ന് രാത്രിയും വെളുപ്പിനും പ്രാർത്ഥിച്ചിട്ട് ഇത്രമാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ ജ്ഞാനം എന്നിൽ നിറഞ്ഞിരിക്കുന്നത് എന്നിൽ തുറക്കണേ. എന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് സാവധാനം വായിച്ചത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും സംശയമോ? അധികം സംശയമൊക്കെ ചോദിക്കാൻ സമയമില്ല. എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ, അച്ഛൻ്റെ ഇന്നത്തെ വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ വചന പ്രഘോഷണം. ഐ അപ്രീഷിയേറ്റ് അച്ചോ, താങ്ക് യു വെരി മച്ച്. അത് ഒന്നാലോചിച്ച് നമ്മളുടെ ഈ ധ്യാനവുമായിട്ട് എത്ര കൃത്യമായിട്ട് ഉള്ള ഒരു സുവിശേഷ ഭാഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത്. ഈശോയിലൂടെ വന്നിരിക്കുന്ന ഈ പുതിയ കരുണയുടെ സുവിശേഷമാണ്. പഴയ വീഞ്ഞ് ഫരിസേയർ നിയമിച്ചവരുടെയും ആ പ്രഘോഷണ ശൈലിയും പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ പുതിയ വീഞ്ഞ്, അപ്പോൾ സഹോദരിമാർക്ക് എളുപ്പം മനസ്സിലാകുന്നതാണ് ആദ്യത്തെ ഉദാഹരണം. എന്താ? പുതിയ സാരി കിട്ടിയാൽ അതിൽ നിന്നൊരു അല്പം മുറിച്ച് പഴയ സാരിയിലേക്ക് കെട്ടുമോ? പക്ഷെ ഇത് ചേട്ടന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചേട്ടന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കർത്താവ് പറയാണ് പുതിയ വീഞ്ഞ്. ഇല്ലേ? ഇതിപ്പോ എന്തൊരു സൈക്കോളജിയാണ് കർത്താവിട്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറഞ്ഞ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ളവര് അത് മതിയേ എന്ന് പറയുള്ളൂ. അതാണ് ലൂക്ക 5:39. പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ളവര് ഉണ്ടാവും ഇവിടെ. ചേട്ടന്മാരൊക്കെ വണിയിൽ ഉണ്ടെങ്കിൽ അവരെന്ത് പറയും? നമുക്ക് പഴയത് മതി. സ്നേഹമുള്ളവർ, ഞാനിതൊരു വിമർശനമായിട്ട് പറയല്ല, എൻ്റെ ഒരു കണ്ടുപിടുത്തം, നമ്മൾ ഇവിടെയാണിപ്പോൾ ജനറൽ കത്തോലിക്ക സഭയായിട്ടും പ്രത്യേകിച്ച് ഒരുപാട് നമ്മൾ ഇത്രയും ധ്യാനങ്ങൾ കൂടിയിട്ടും നമ്മൾ പറയും നമുക്ക് ഈ പുതിയതൊന്നും വേണ്ട, ആ പഴയത് തന്നെ മതി. ആ പുളിച്ച വീഞ്ഞ് കുടിച്ചിങ്ങനെ ഇരുന്നാൽ മതിയോ? പോരല്ലോ. ഈ പുതിയ സാരി മേടിച്ചിട്ട് അതിന്മേന്നൊരു കഷ്ണം മുറിച്ച് പഴയത് ആരെങ്കിലും കെട്ടുമോ? എന്തോ ഒരു ഭയങ്കര ഒരു പോയിന്റാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് ഈസി, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. കാരണം കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുതിയ
അപ്പോൾ പൗലോസ് വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പഴയത് മാറ്റാനല്ല പറയുന്നത്, പുതിയത് ഉടുക്കാനാ പറയണേന്ന്. അതെങ്ങനെയാ പഴയത് മാറ്റാണ്ട് പുതിയത് ഉടുക്കണേ? അത് നിങ്ങൾക്ക് അറിയുള്ളൂ ഇല്ലേ? നമ്മളൊക്കെ കുളത്തിൽ കുളിക്കാൻ പോയി കഴിഞ്ഞ് ഈറനെടുത്തുകൊണ്ട് കയറി വരണ നേരത്ത് അത് മാറ്റാണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു തുണി എടുക്കാറില്ലേ? എന്നിട്ട് താഴെ നിന്ന് വലിച്ചു മാറ്റും പഴയത്. സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നവീകരണം എന്ന് പറയുന്നത് പഴയത് മാറ്റാനല്ല, പുതിയത് ഉടുക്കുക. അപ്പോഴെന്ത് പറ്റും? പാമ്പ് പടം പൊഴിയണത് എപ്പോഴാ? പുതിയ പടം വന്നു കഴിയുമ്പോൾ പഴയത് താനേ പോയിക്കോളും. ഇതാണ് നമുക്ക് ഏറ്റവും ഒരു അഡാപ്റ്റബിൾ സിറ്റുവേഷൻ. പുതിയതിനെ നമ്മൾ ആ അർത്ഥത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഈ ഒരു മനോഭാവത്തിൽ മറ്റുള്ളവരെ നമ്മൾ കാണണം. അവരിൽ കുറവുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പൂർണ്ണമായി വരുമ്പോൾ നിൻ്റെ ഈ കുറവൊക്കെ മാറും. ഇതൊന്ന് ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം ഇന്നൊന്ന് പറഞ്ഞാലോ? നീ വിഷമിക്കേണ്ട, നിൻ്റെ കുറവുകളൊക്കെ ഇനി ഞാൻ പറയണില്ല. പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ മാറും. ടെൻഷൻ കഴിച്ചു. പക്ഷെ ഇന്ന് മുതൽ ഇനി ഒരു പോയിന്റ് ഇട്ട് ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ഇതാണ് നിൻ്റെ കുറവ്, ഇതാണ് നിങ്ങളുടെ കുറവ്. മറിച്ച് ഒരു നല്ല കാര്യം, എന്താണ് നിങ്ങളുടെ ഭർത്താവിലുള്ള ഒരു നല്ല കാര്യം, എന്താണ് നിങ്ങളുടെ ഭാര്യയിലുള്ള ഒരു നല്ല കാര്യം? ഒന്നല്ല, ഒരു 5 കാര്യം പറയണം. പറയാമോ? 5 കാര്യം. ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ഗുഡ് പോയിന്റ്സ് ഇൻ യുവർ ഹസ്ബൻഡ്. അതിപ്പോൾ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് പറയല്ല, അത് നേരിട്ടൊന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് നാളെ അതിൻ്റെ റിസൾട്ടൊന്ന് കാണണം. കേട്ടോ? പറയാമോ? ഇന്ന് പറയണം. അങ്ങനെയാണ് നമ്മളിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടത്. ചിലവർക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കണം, ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കണം. ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് എന്ത് പറയാനാ? പറയേണ്ടത് ഇതാണ്, അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നക കമ്പിലങ്ങ് വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ. കഴിഞ്ഞിട്ടോ? നിർത്തിയാണ്. വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം. അപ്പോൾ ഇതാണ് അടുത്തൊരു ഹോംവർക്ക്. ഇന്ന് രാത്രി കിടക്കണേക്ക് മുമ്പ് 5 നല്ല കാര്യങ്ങൾ പോണ വഴിക്ക് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, പറയും. അതും പറഞ്ഞ് പക്ഷേ എന്ന് പറയരുത്, ബട്ട് എന്നുള്ള വാക്ക് അതിനിടയ്ക്ക് പറയരുത്. കേട്ടോ? ഓക്കെ, ശരിയാണ്. ഐ എം സോ ഹാപ്പി. നിങ്ങളെല്ലാം മിക്കവാറും എല്ലാം മനസ്സിലായി. ഇപ്പം ഇന്ന് കേട്ട കാര്യങ്ങൾ പലതും നമുക്ക് സംശയം ഉണ്ടാകാം. ആ സംശയം മാറുന്നത് ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ മാറുള്ളൂ. നമ്മൾ ആരോടും ഡിസ്കസ് ചെയ്ത് തർക്കിച്ചുകൊണ്ടോ ക്ലാരിഫൈ ചെയ്തുകൊണ്ടോ മാറില്ല. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പം മനസ്സിലായി ഇങ്ങനെ. ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും ആൾ എഴുന്നേറ്റ്, എനിക്ക് മനസ്സിലായോ ഇന്നലെ ആ ബ്രദർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കൂടെ കിടക്കുന്ന ആളെ ഉയർത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. വലിയ ഒരു നല്ല കുരുത്തോല പെരുന്നാൾ ആശംസിക്കുന്നു. ഓക്കെ, നാളെ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.